സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. സഭയിൽ പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ നികുതി വെട്ടിപ്പ് മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല. ധനമന്ത്രി വൻ പരാജയമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സപ്ലൈകോയ്ക്ക് 6 മാസമായി പണം നൽകിയിട്ടില്ലെന്നും ഭരണപക്ഷ അംഗങ്ങൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട്, നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് കൊണ്ട് ആണ് ഈ ഫിസ്ക്കൽ ക്രൈസിസ്, ഈ ധനപ്രതിസന്ധിക്ക് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. ധനകാര്യമന്ത്രി പറഞ്ഞു 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന്. വേറൊരു എം.എൽ.എ പ്രശംസിച്ചപ്പോൾ 61,000 കോടി കിട്ടാനുണ്ടെന്ന്. ചെക്ക് പോസ്റ്റ് ഇല്ല, ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഇന്റലിജൻസ് ഫെയിൽ ചെയ്തു, ഒരു സർവൈലൻസ് എന്ന് പറയുന്ന പരിപാടിയിൽ. ഇന്ന് കേരളത്തിൽ ഏത് സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. മിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ, യു ഹാവ് മിസറബിളി ഫെയിൽഡ്. താങ്കൾ പരാജയപ്പെട്ടു. സപ്ലൈകോ 4 മാസമായി വിതരണക്കാർ സപ്ലൈ ചെയ്തിട്ട് 6 മാസമായി അവർക്ക് പണം കൊടുക്കാനുണ്ട്. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിൽ കേന്ദ്രം നിയമം ഉപയോഗിക്കുന്നുവെന്ന് ധനമന്ത്രി ആവർത്തിച്ചു. കേന്ദ്രം നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്. എന്നാൽ കേരളം നിശ്ചലമാകുന്ന അവസ്ഥ നിലവിലില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തീർത്തും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് എല്ലാ തരത്തിലും നിയമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പോലൊരു അസംബ്ലി ചർച്ച ചെയ്യുമ്പം കാണാതിരിക്കേണ്ട കാര്യമാണോ? സർ, കേരളം അങ്ങേയറ്റം ധനകാര്യ പ്രതിസന്ധിയിലാണ്, നിന്നുപോകും എന്നൊരവസ്ഥയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളെല്ലാം പറഞ്ഞത്. ധനകാര്യ പ്രതിസന്ധിയാണ്, നിന്നുപോകും കേരളം, വണ്ടി ഓടത്തില്ല, അങ്ങനൊരു അവസ്ഥയൊന്നുമല്ല. 2022-23 വർഷം ഡിസംബർ വരെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് 1,21,473 കോടിയാണ് സർ. എന്നാൽ ഈ വർഷം അത് 1,26,182 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിൻ്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ. ചെലവ് 4,000 കോടി അധികം പോയി. അല്ലാതെ ഇവിടെ അങ്ങ് പൂച്ച വെറ്റി കിടക്കുകയാണ് ട്രഷറിയിൽ, ഒരു പണിയില്ല എന്നൊക്കെ പറയുന്നതല്ല വസ്തുത. ഇതാ ധനമന്ത്രിയുടെ മറുപടിയോടെ അടിയന്തര പ്രമേയം തള്ളി. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ അടിയന്തര പ്രമേയം തള്ളിയതോടെ പ്രതിപക്ഷം വീണ്ടും വലിയ പ്രതിഷേധത്തിലാണല്ലേ? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, അതായത് ഈ ഏറ്റവും പ്രധാനമായും അതായത് ഈ അടിയന്തര പ്രമേയ ചർച്ച നടന്നത് 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂറും സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ സംസ്ഥാനം നിലവിൽ നേരിടുന്ന ധനപ്രതിസന്ധിയിൽ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതായത് കേന്ദ്രം തരാൻ പണമുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നയങ്ങൾ സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി എന്ന് പറയുമ്പോൾ പോലും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ചില കാര്യങ്ങൾ, മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത, ധൂർത്തടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്തു. അതിനൊക്കെ കണക്കടക്കമുള്ള കാര്യങ്ങൾ നിരത്തി ഇന്ന് സർക്കാർ മറുപടി പറയുകയും ചെയ്തു. ഈ പ്രമേയാവതാരകനായിട്ടുള്ള റോജി എം ജോൺ ആദ്യം തന്നെ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഇവയൊക്കെയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന സർക്കാർ നിലവിൽ എടുത്തിരിക്കുന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങൾ, അത് കാര്യമായ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു അതിലെ റോജി എം ജോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. അതായത് നികുതി പിരിവിൽ സംസ്ഥാന സർക്കാരും നികുതി വകുപ്പും പൂർണ്ണമായി പരാജയപ്പെട്ടു. GST കളക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ദേശീയ ശരാശരിയേക്കാൾ താഴെ പോയി. നികുതി പരിഷ്കാരം നടപ്പാക്കുന്നതിൽ സർക്കാർ അമ്പേ പരാജയപ്പെട്ടു. മാത്രമല്ല നികുതി പിരിക്കേണ്ട ഉദ്യോഗസ്ഥരെ സ്പോൺസർഷിപ്പ് പിരിക്കാൻ നിയോഗിച്ചു നടക്കമുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അടക്കം മാത്യു കുഴൽനാടൻ, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾ സമാനമായ കുറ്റപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനമായും മാത്യു കുഴൽനാടൻ ഇന്ന് സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യം, ഈ സർക്കാരും ധനമന്ത്രിയും നിരന്തരം കേന്ദ്രത്തിൽ നിന്നും 57,000 കോടി രൂപ കിട്ടാനുണ്ടെന്ന് പറയുന്നു. എന്നാൽ സംസ്ഥാന ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് അയച്ച കത്തിൽ 31,861 കോടി തരണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്ന് പറയുന്ന കണക്കിൽ തന്നെ പൊരുത്തക്കേടും അവ്യക്തതകളും ഉണ്ട് എന്ന് മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിച്ചു. കൂടാതെ അതിന് മറുപടി
മറുപടിയായി PK കുഞ്ഞാലിക്കുട്ടി, അതിന് പിന്നാലെ വന്ന PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളും പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഒരു കൃത്യമായ രീതി, ഒരു മാർഗനിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെലവ് ചുരുക്കാൻ തീരുമാനിക്കുന്നില്ല? അത് നേരത്തെ മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു നീക്കമുണ്ടായി. പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ അതിന് മുണ്ടുമുറുക്കണം എന്ന് പറയുന്നില്ല എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവിന്റെയും കുറ്റപ്പെടുത്തൽ. പിന്നാലെ വന്ന VD സതീശനും സമാനമായ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്തി. പ്രത്യേകിച്ച് ലൈഫ് പദ്ധതിക്ക് പണമില്ല, അതിന് പണം കൊടുക്കുന്നില്ല. മാത്രവുമല്ല ക്ഷേമനിധി ബോർഡുകൾ പൂട്ടുന്നു. അത്ര പരിതാപകരമായ സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെ സാമ്പത്തികാവസ്ഥ പോയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാണിച്ചു. മാത്രവുമല്ല ഡൽഹിയിൽ നടത്തേണ്ട സമരത്തെക്കുറിച്ചും കാര്യമായ ചർച്ചകളുണ്ടായി. ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ നിലപാട് അറിയിച്ചതാണെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ കോൺഗ്രസ് MPമാർ കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന് പറഞ്ഞ് വ്യക്തമാക്കിയതാണ്. എന്നിട്ടും മുഖ്യമന്ത്രി ഇരട്ടത്താപ്പ് കാണിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയുമാണെന്നും മാത്രവുമല്ല നേരത്തെ കേന്ദ്ര ധനമന്ത്രിക്ക് അയച്ച കത്തിലെ കണക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ അതും ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്ന കണക്കുകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ വന്ന ധനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട മറുപടികൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവമുള്ള കാര്യം ഇങ്ങനെയാണ്: കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് അങ്ങേയറ്റം നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ പ്രതിപക്ഷം ഉയർത്തിയത് തിരഞ്ഞെടുപ്പ് വാദങ്ങൾ മാത്രമാണ്. തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് സഹകരിക്കാൻ കഴിയാത്തത്, ഡൽഹിയിലെ സമരത്തിൽ സഹകരിക്കാൻ കഴിയാത്തതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ആ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇന്ത്യയിലാകെ പ്രശ്നം ഉന്നയിക്കാനുള്ള വേദിയായിട്ടാണ് ഡൽഹിയിലെ സമരവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് നിയമസഭയിൽ അത് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ട്രഷറിയിലെ കണക്കടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ട്രഷറിയിൽ പൂച്ച പെറ്റിരിക്കുകയല്ല. ഈ വർഷം ട്രഷറിയിൽ നിന്നും പുറത്തു പോയത് 1,26,182 കോടി രൂപയാണെന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഈ കർണാടക മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ P. ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ ഈ കേന്ദ്രം എടുക്കുന്ന ഈ നീതി ഇല്ലാത്ത നിലപാടുകളോട് സന്ധിയില്ലാതെ സമരം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ സംസ്ഥാനത്തെ കോൺഗ്രസ് മാത്രം, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹായകരമായ ഒരു നിലപാടുമായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ അത് ധനമന്ത്രി അങ്ങോട്ടും പ്രതിപക്ഷത്തിനെതിരെ നടത്തി. മാത്രവുമല്ല ഈ നികുതി വർധനവിനടക്കം കേരളം ഒന്നും ചെയ്തില്ല എന്ന് പ്രതിപക്ഷം പറയുന്നത് പച്ചക്കള്ളമാണ്. കോവിഡ് സമയത്ത് 47,000 കോടിയായിരുന്നത് ഇപ്പോൾ 71,000 കോടിയായിട്ടുണ്ട്. 2 വർഷം കൊണ്ടുണ്ടായ വർധനവ് അത് പ്രതിപക്ഷം കാണാതിരിക്കുകയാണെന്ന വിമർശനം അത് ധനമന്ത്രി KN ബാലഗോപാൽ നടത്തി. മാത്രവുമല്ല ഈ കേരളം ഡൽഹിയിൽ നടത്താൻ പോകുന്ന, കേരള സർക്കാർ ഡൽഹിയിൽ നടത്താൻ പോകുന്ന സമരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് ജനാധിപത്യപരമായ രീതികൾക്ക് എതിരാകുമെന്നുള്ളൊരു സൂചന കൂടി ഇതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് സഭയിൽ നടത്തി. ഒടുവിൽ സംസ്ഥാന സർക്കാർ നിലവിൽ ഇത് വ്യക്തമാക്കുന്ന കാര്യം, അല്ലെങ്കിൽ വിശദീകരിക്കുന്ന കാര്യം, അത് വ്യത്യസ്തമായ കണക്കിലടക്കം വിശദീകരിച്ചുകൊണ്ട് പ്രശ്നത്തിന്റെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സ്മിത. ഷഫീദ്, ഇത് അടിയന്തര പ്രമേയ ചർച്ച അങ്ങനെ പുരോഗമിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു വാക്പോര് എന്നുള്ള രീതിയിൽ തന്നെയാണ്. പലതരത്തിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുമ്പോൾ സർക്കാർ ഖജനാവ് അതിൽ പൂച്ചവെറ്റ് കിടക്കുന്ന ഒരവസ്ഥയില്ല, നിന്നുപോയി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കൃത്യമായി കിട്ടേണ്ടത് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതിന് അതിന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹകരണമില്ല. അത് തീർച്ചയായിട്ടും പ്രതിപക്ഷം ആദ്യം സഹകരിക്കുമെന്ന് പറഞ്ഞു, പിന്നെ ഇല്ലെന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണെന്ന് ധനമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ കേന്ദ്രത്തിനോട് പ്രതിഷേധം അറിയിക്കാൻ അത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സംസ്ഥാനത്തിന് കഴിയുന്നില്ല. അതും തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് പ്രതിപക്ഷവും കുറ്റപ്പെടുത്തുന്നു. ഈ രീതിയിലൊരു വാക്പോര് തന്നെയാണ് യഥാർത്ഥത്തിൽ നടന്നത്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം വാക്കൗട്ട് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ കുറ്റപ്പെടുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ലക്ഷ്യം വെക്കലാണ് പ്രതിപക്ഷം നടത്തിയത് എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഇക്കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതേസമയം പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നതാകട്ടെ GST കളക്ഷൻ, അതേപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം, അതടക്കമുള്ള കാര്യങ്ങൾ, അതിൽ കൃത്യമായ കണക്ക് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടില്ല. അതിൽ സംസ്ഥാന സർക്കാരിന് കൃത്യമായ ഒരു നയമോ അല്ലെങ്കിൽ കണക്കോ ഇല്ല. മാത്രവുമല്ല ഈ നികുതി കളക്ഷനിലടക്കം ഒരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കൂടാതെ GST നഷ്ടപരിഹാര പരിധി അല്ലെങ്കിൽ GST നഷ്ടപരിഹാര കാലയളവ് അതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ചില കണക്കുകൾ അതുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷം നടത്തുമ്പോൾ അക്കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാരിനൊന്നും കിട്ടേണ്ടതില്ല എന്നുള്ള ഒരു നയം അത് പ്രതിപക്ഷത്തിനുണ്ട് എന്ന് തിരിച്ചും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ വാക്പോര് തന്നെയാണ് നടന്നെങ്കിൽ കൂടി ഇക്കാര്യത്തിലെ കണക്കുകളിലെ വ്യത്യസ്തമായിട്ടുള്ള രീതി അത് പ്രധാനമായും ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും ഒക്കെ വരാനിരിക്കുകയാണ്. സ്വാഭാവികമായും സംസ്ഥാനത്തെ
സംസ്ഥാനത്തെ വികസന പദ്ധതികൾക്കടക്കം ലഭിക്കേണ്ട തുക സംബന്ധിച്ച് അല്ലെങ്കിൽ കിട്ടേണ്ട സഹായം സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉയരും. ആ ചർച്ചയിൽ തന്നെ നിലവിൽ ഇപ്പോൾ കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള തുക അത് 57,000 കോടിയാണ് എന്ന് ധനമന്ത്രി പറഞ്ഞതിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് നിലപാടെടുത്തത്. പ്രതിപക്ഷം പറയുന്നത് മറ്റു കാര്യങ്ങൾ ഒഴിവാക്കിയാൽ പോലും അല്ലെങ്കിൽ പദ്ധതി വിഹിതങ്ങളുടെ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ പോലും ഏതെങ്കിലും തരത്തിൽ അത്രയും തുക ഉണ്ടാകില്ല. അത് ധനമന്ത്രി ചില കാര്യങ്ങളിൽ നുണ പറയുന്നു, പച്ചക്കള്ളം പറയുന്നു എന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുകയാണ്. ഏതായാലും ബജറ്റ് അടക്കം വരുന്നൊരു പശ്ചാത്തലത്തിൽ ഈ കണക്കുകൾ തമ്മിലുള്ള വൈരുദ്ധ്യമടക്കം വലിയ ചർച്ചയാകും. അതേസമയം ഇന്ന് നിയമസഭയിൽ ഒരു രാഷ്ട്രീയ ആരോപണം അത് പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അത് മറിച്ച് ജനങ്ങൾക്കൊപ്പം പ്രതിപക്ഷം നിൽക്കുന്നില്ല, അതല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരായുള്ള സമരത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിൽ അതിൽ ഈ സർക്കാരിനൊപ്പം പ്രതിപക്ഷം നിൽക്കുന്നില്ല എന്നുള്ള വിമർശനം അത് തിരിച്ചും സർക്കാർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. സ്മിത, ശരി. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ ഭരണ പ്രതിപക്ഷം തമ്മിലുള്ള ശക്തമായ വാക്പോരാണ് ഇന്ന് സഭ കണ്ടത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേർന്നത്.